സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ ആണ്. അത് നമുക്കറിയാം, കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വലിയൊരു ദുരന്തം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തമായിരുന്നു കരൂർ നടന്നത്. മരണം 30-ന് മുകളിൽ അല്ലെങ്കിൽ 40-ന് അടുത്ത് വരെ മരണം സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് എന്തായി കാര്യങ്ങളെപ്പറ്റി അറിയാതെ നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്, ഈ മരിച്ച ആളുകളുടെ വിഷയങ്ങളെപ്പറ്റിയെല്ലാം സ്റ്റാലിനും അതേപോലെയുള്ള ആളുകളൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അല്ലേ. അതിനെയെല്ലാം മറിച്ച് അല്ലെങ്കിൽ അതിനെയെല്ലാം എന്താണ് സത്യം, എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു വഴിത്തിരിവായി വരികയാണ്. അപ്പോൾ അന്ന് ഈ സംഭവങ്ങൾ നടന്നപ്പോൾ തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഈ ആൾ കൂടി നിൽക്കുന്ന, അതായത് വിജയെ കാണാനായിട്ട്, വിജയ് എന്ന് പറയുന്ന നടനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തിങ്ങിക്കൂടി വന്ന സമയത്ത് ഉണ്ടായ അപകടമാണോ അത്, അതോ അതിന് പകരമായിട്ട് DMK എന്ന് പറയുന്ന എതിർ കക്ഷിയിൽ നിൽക്കുന്ന ആളുകൾ, അതായത് സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആളുകൾ അവിടേക്ക് ഇറങ്ങി വിജയെ കാണാൻ വന്ന ആളുകളെ അടിച്ചമർത്തി അവരെ കൊല്ലുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ മുന്നിലേക്ക് വെച്ചിരുന്നു. ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള ആ ഒരു ചേച്ചി അതിനെപ്പറ്റി പറയുന്നൊരു കാര്യം ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വിജയ് നിൽക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോവുകയും പെട്ടെന്ന് കുറേ ആളുകൾ അവിടേക്ക് വരികയും കുറേ ആളുകളെ അടിച്ചിടുകയും അവരുടെ മുകളിൽ ചവിട്ടുകയും അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്നൊരു അവസ്ഥ ചേച്ചി നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതായത് തല്ലിക്കൊല്ലുന്നത് മാത്രമല്ല, അവിടെ മയങ്ങി വീഴുന്ന ഓരോ ആളുകളെയും അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ആ പോകുന്ന പോക്കിൽ അല്ലെങ്കിൽ ആ പോയതിന് ശേഷം പിന്നീട് ആശുപത്രിയിൽ നിന്ന് വരുന്ന സമയത്താണ് അറിയുന്നത് അവരെല്ലാം മരിച്ചു എന്നുള്ളത്. ഞാനും ഒരു പക്ഷേ ആംബുലൻസിൽ കയറിയിരുന്നെങ്കിൽ ഞാനും മരിച്ചേനമായിരുന്നു എന്ന് ആ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം. പിന്നെ ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ് എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. സ്റ്റാലിൻ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അഭിനയവും അതേപോലെ തന്നെ ആ DMK പാർട്ടിയിലുള്ള പല ആളുകളുടെയും മെഴുകലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വിജയെ അറസ്റ്റ് ചെയ്യുമോ, വിജയുടെ കാര്യങ്ങൾ എന്തായി, വിജയ്ക്കെതിരെ എന്താണ് ആക്ഷൻ എടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാലിനും അതേപോലെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ സർക്കാരെല്ലാം പുതിയ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ചികിത്സയിൽ കിടക്കുന്ന ആളുകൾക്ക് ഇത്ര ലക്ഷം രൂപ, മരണപ്പെട്ട ആളുകൾക്ക് ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ധനസഹായമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ധനസഹായം ചെയ്തതോടുകൂടി അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് വിജയ് ഒരു മാതൃകയാവുകയാണ്. എന്താണ് വിജയ് ചെയ്തിരിക്കുന്നത്? വിജയ് അവിടെ നിന്ന് ഒളിച്ചോടി, വിജയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതേസമയം വിജയ് അവിടെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിജയ് ആശുപത്രിയിലേക്ക് പോയിരുന്നെങ്കിൽ വിജയ് അവിടെയും കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ചെന്നിരുന്ന് അവിടെയും പ്രശ്നം ഉണ്ടായേനെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിജയ് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ മുഴുവനും വിജയ് ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കുട്ടികളുടെ, അതായത് ഈ മരണപ്പെട്ട ആളുകളുടെ കുട്ടികളുടെ പഠന ചെലവ് വരെയും വിജയ് ഏറ്റെടുക്കുകയാണ്. ആ കുടുംബത്തിനെ മുഴുവനെയും വിജയ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് വിജയ് എല്ലാവരും ഇളയ ദളപതി എന്ന് വിളിക്കുന്നത്. എല്ലാ ജനങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ള, ജനങ്ങളുടെ ഹിതം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു നേതാവായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണ് വിജയ് എല്ലാവരും കണ്ടിട്ടുള്ളതും. ആ ഒരു നേതാവിനപ്പുറം വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വമാണ് വിജയ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അയാൾ ആ DMK എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. DMK പാർട്ടി വിജയ്ക്കെതിരെ ഒന്നും പറയാത്ത കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണൊന്നും പറയാത്തത്? എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയ് അതിനെതിരെ വലിയ എന്തെങ്കിലും രീതിയിലുള്ള രൂക്ഷ വിമർശനമായിട്ട് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും സ്റ്റാലിനും കൂട്ടരും ഇതിനെപ്പറ്റി കമാന്ന അക്ഷരം ഇണ്ടാത്തത്. അപ്പോൾ നമുക്ക് വിജയ് എന്താണ് ഈ ഒരു കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്നും അതിലെന്താണ് മറ്റുള്ളവർക്ക് പറയാനുള്ളത് നമുക്ക് കണ്ടുനോക്കാം. അതായത് ഈ ഒരു വാർത്തകൾ റിപ്പോർട്ടർ ചാനലും 24 ന്യൂസിലും എല്ലായിടത്തും ഞാൻ കണ്ടു. റിപ്പോർട്ടർ ചാനൽ മാത്രം വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് ആർക്കോ വേണ്ടിയിട്ട്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ അരുൺകുമാർ ഒരു വൃത്തികെട്ട പരിപാടി കാണിക്കുന്നത്. അത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 24 ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ കാണാം. അതിൽ പറയുന്നത്, കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ മാസവും 5000 രൂപ വീതം നൽകുമെന്ന് TVK പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. TVK എന്ന് പറഞ്ഞാൽ വിജയുടെ പാർട്ടിയാണ്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത കണ്ടുപോകാം. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് തമിഴക വെട്രി ഘടകം, വിജയുടെ പാർട്ടിയാണ്, നിങ്ങൾക്കറിയാം. എല്ലാ മാസവും ഇങ്ങനെയുള്ള വീടുകളിൽ 5000 രൂപ വീതം കൊടുക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പരിഹരിക്കും. അതുപോലെ എത്ര വേണമെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളുമായി വിജയുടെ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ ഈ പല യോഗങ്ങളിലും, TVKയുടെ പല യോഗങ്ങളിലും, ഓൺലൈനായി ചേർന്ന യോഗങ്ങളിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരുന്നു. അപ്പോഴൊക്കെയും വിജയ് ഈ കരൂരിൽ എത്തിയതിനു ശേഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം അവിടെ വെച്ച്
നടത്താം എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഈ അപകടമുണ്ടായി, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ ടിവിക്ക് തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഏതാണ്ട് ടിവിക്ക് ആഗ്രഹിച്ച തരത്തിൽ ഒരു വിധി കൂടി വന്നിരിക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കാമെന്ന് ടിവിക്ക് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മാസവും 5000 രൂപ വീതം ഈ കുടുംബങ്ങൾക്ക് നൽകും. കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് പൂർണ്ണമായും ഏറ്റെടുക്കും. ഇത് നേരത്തെ വിജയ് വീഡിയോ കോളിലൂടെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം ഈ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കും. കുട്ടികൾക്ക് താല്പര്യമുള്ളിടത്തോളം പഠിപ്പിക്കാം എന്നും ടിവിക്ക് അറിയിച്ചിരിക്കുന്നു. ടിവിക്കയുടെ ഒരു സമിതി ഇന്ന് കരൂരിലെ വീടുകളിലെത്തി ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് നൽകും. കണ്ടില്ലേ, ഇവിടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല വിജയ് എന്നുള്ളത് നമുക്കിത് കാണുമ്പോഴറിയാലോ. വിജയ് ഇത് ചെയ്ത് കാണിക്കും എന്നുള്ളത് നമുക്കറിയാം. പല പ്രവർത്തികളിൽ കൂടിയും വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഏത് രീതിയിലാണ് കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതെന്നും ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് വിജയ് ചെയ്തിട്ടുള്ളതെന്നെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വിജയ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുകയാണ്. അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെ സംസാരിക്കാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ കുറേ ആളുകളുണ്ട്. അതായത് ഹാഷ്മി എന്ന് പറയുന്ന 24 ന്യൂസിലിരിക്കുന്ന ഒരു അവതാരകനുണ്ടായിരുന്നു. അയാൾ എല്ലാ വിഷയങ്ങളിലും നല്ല വ്യക്തവും സ്ഫുടവുമായിട്ട് നല്ല രീതിയിൽ പ്രസംഗിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിജയുടെ കാര്യം വന്നപ്പോൾ അയാൾ കാണിച്ചിട്ടുള്ളൊരു വൃത്തികെട്ട സമീപനവും അതേപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന ചാനലിൽ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്നവൻ കാണിക്കുന്ന വൃത്തികെട്ടൊരു നയവും അതെന്താണെന്നുള്ളതോടെ ഞാനിവിടുന്ന് പ്ലേ ചെയ്യാം. അതിൽ നമുക്ക് റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ എന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം അത് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കരൂർ ദുരന്തത്തിൽ പ്രഖ്യാപനവുമായി ടിവിക്ക്. മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കും, ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തും, എല്ലാ മാസവും സഹായധനം നൽകും തുടങ്ങിയവയാണ് പ്രഖ്യാപനം. വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. ടിവിക്ക് സമിതി ഇന്ന് കരൂരിലെത്തും. ഈ മാസം 17-ാം തീയതി വിജയ് കരൂരിലെത്തുന്നുണ്ട്. സുപ്രീംകോടതി വിധിക്കു പിന്നാലെ പ്രതികരണവുമായി വിജയ് രംഗത്തെത്തി. നീതി വിജയിക്കുമെന്നാണ് വിജയിയുടെ എക്സിലെ കുറിപ്പ്. അപർണ കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അപർണ കാർത്തിക, ഈ ദുരന്തമുണ്ടാവുന്ന സമയത്ത് ദുരന്ത സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട വിജയിയെ എടുത്തു കുടഞ്ഞിരുന്നു അന്ന് ഹൈക്കോടതി. ഇതൊന്നും ഒരു നേതൃത്വത്തിന്റെ ഉദാഹരണമല്ല എന്ന് പോലും ഹൈക്കോടതി പറഞ്ഞു വെച്ചു. ഇപ്പോൾ അത് നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ദുരന്തമുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട വിജയെ ഹൈക്കോടതി എടുത്ത് കുടഞ്ഞിരുന്നു. അരുൺകുമാർ, നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? വിജയ് എടുത്ത് കുടഞ്ഞു നിന്നോട് ആരാണ് പറഞ്ഞത്? വിജയ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. വിജയ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നില്ല. വിജയ് നല്ല മര്യാദയ്ക്ക് തന്നെ നടന്നാണ് പോയത്. അത് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോയൊരു വിജയ് അവിടെ നിന്നിരുന്നെങ്കിൽ 40 ആളുകൾ മരണപ്പെട്ടെടുത്ത് 40,000 ആളുകൾ മരണപ്പെട്ടേനെ. കാരണം ജനലക്ഷങ്ങളാണ് അവിടേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരുന്നത്. അതുപോലെയുള്ള ജനങ്ങളുടെ ഒരു കടലാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ ഇരിക്കെ 40 പേരെന്നുള്ളത് 40,000-ന് മുകളിലായനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? ഒരു പ്രശ്നം ഉണ്ടായിട്ടും ആ പ്രശ്നങ്ങൾ കണ്ടിട്ടും അവിടെ തന്നെ നിന്ന് എല്ലാവരും കൊലയ്ക്ക് കൊടുത്ത ഒരാളാണ് വിജയ് എന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ വിജയ് അവിടുന്ന് പോയപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? വിജയ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട നയമാണോ മുട്ട അരുണേ. നാണമില്ലേ ആർക്കും വേണ്ടിയിട്ട് പണിയെടുക്കാനായിട്ട്? ബാക്കി കേട്ട് നോക്കാം. പരമാവധി വമ്പൻ പ്രഖ്യാപനങ്ങളുമായിട്ട് വരികയാണോ ടിവിക്ക്? അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ അരുൺകുമാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരൂരിൽ സംഭവിച്ച ജീവനുകൾക്ക് അതിന് പകരം നൽകാൻ മറ്റൊന്നിനും ആവില്ല. 41 പേരുടെ ജീവനാണ് അവിടെ നഷ്ടമായത്. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. പക്ഷേ ആ കുടുംബത്തിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ടിവിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നത്. പക്ഷേ അതും കോടതിയുടെ അതിരൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സംഭവ ദിവസം തന്നെ അവിടുന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് പോയതാണ് വിജയ്. പിന്നീട് ഇതുവരെ വിജയ് അവിടെ സന്ദർശിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ചില വലിയ നിർദ്ദേശങ്ങൾ കൂടി ടിവിക്ക് മുന്നോട്ട് വെച്ചിരുന്നു. സുരക്ഷാ കാര്യത്തിൽ ഉൾപ്പെടെ, അതായത് വിമാനത്താവളം മുതൽ പോലീസിന്റെ അകമ്പടി ഉണ്ടാവണം. അതുപോലെ തന്നെ പോലീസ് മാത്രമല്ല അർദ്ധസൈനികത്തിന്റെ സഹായം, സൈനിക സേനയുടെ സഹായം വരെ വിജയ് തേടിയിട്ടുണ്ട്. എന്തൊരു വൃത്തികെട്ട മാധ്യമധർമ്മമാണ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടതാണ് വിജയ് ദുരന്തശേഷം ദുരന്തമുഖത്തേക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിജയ്ക്കെതിരെ വരാൻ പോകുന്ന ഒളിയമ്പുകൾ ഏത് രീതിയിലാണെന്നുള്ളത് വിജയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയും പ്രിക്കോഷൻസും വേണമെന്നാണ് വിജയ് പറഞ്ഞത്. അല്ലാതെ വിജയ്ക്ക് വലിയ സായുധ സേനയുടെ സഹായം വേണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഹെലികോപ്റ്റർ വേണമെന്നൊന്നും വിജയ് പറഞ്ഞിട്ടില്ല. വിജയ് അവിടെ ചെല്ലുമ്പോൾ വിജയ്ക്കെതിരെ വലിയൊരു രീതിയിൽ അക്രമം അഴിച്ചുവിടാനായിട്ട് DMKയുടെ ആളുകൾ ഒളിച്ചിരിപ്പണമെന്ന് വിജയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തനിക്ക് അതിനുള്ള സുരക്ഷിതത്വം വേണം. ആ വീടുകളിൽ പോയി അവരെല്ലാം കാണണമെന്നുണ്ട്. പക്ഷേ എനിക്കത് സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് വിജയ് പറഞ്ഞത്. കാരണം ഈ ഒരു മരണം നടന്നിരിക്കുന്ന സാഹചര്യത്തിലും വിജയ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിജയെ കാണാനായിട്ട് വീണ്ടും കുറേ ആളുകൾ ഓടിയെത്തും. അത് വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന, വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു തിരക്ക് തന്നെയാണ്. അല്ലാതെ ഭ്രാന്തന്മാരെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലായതുകൊണ്ട് തന്നെ വിജയ് അങ്ങോട്ടേക്ക് പോകാതെ ആത്മസമീപനം പാലിച്ച് നിന്നു.
വരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വിജയ് ഒളിച്ചും പാത്തു വരുന്നത് കൊണ്ട് ഇപ്പോൾ വിജയ് വലിയ പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുകയാണെന്നാണ്. എടാ മൊട്ട അരുണേ, ഇവിടുത്തെ CPM അതേപോലെ BJP ഏതൊരു പാർട്ടി പറഞ്ഞാലും ഞങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. ഏതൊരു പാർട്ടി പറഞ്ഞാലും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇലക്ഷൻ ജയിക്കുമോ അല്ലയോ നോക്കിയിട്ട് അവർ കൊടുക്കുകയുള്ളൂ. ഇനി അത് കൊടുക്കണമെങ്കിലും കുറേ കടമ്പകൾ കഴിയണം. നടന്ന് ചെരുപ്പ് തെയ്യും, എന്നാലും കൊടുക്കാത്ത എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അയാൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അത് കൊടുത്തിരിക്കും. മരിച്ചതിന് പകരമായിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. എത്രയോ ദുരന്തങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നത്, അതിനെല്ലാം സർക്കാർ കൊടുക്കുന്ന മരിച്ചതിന് പകരമായിട്ടാണ്? ഒരിക്കലുമല്ല. ആ ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ധർമ്മമാണ്, അത് സർക്കാർ ചെയ്യുന്നു. ഇത് വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അത് കൊടുക്കുകയും അത് തെളിയിച്ച് കാണിക്കുകയും ചെയ്യും. അപ്പോഴും നീയൊക്കെ ഈ പറയുന്ന നിൻ്റെയൊക്കെ വൃത്തികെട്ട മാധ്യമധർമ്മം നീയൊക്കെ മാറ്റി പറയണം. അപ്പോഴും കുറ്റം പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അരുണേ, അതൊരു വൃത്തികെട്ട ഒരു പരിപാടിയായി പോകും, ഒരു വൃത്തികെട്ട നാറിയ നയമായി പോകും. അപ്പോൾ ഈ ഒരു പ്രവർത്തികളിൽ വിജയ് ഏത് രീതിയിലാണ് കാര്യങ്ങൾ നോക്കിയതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ സുപ്രീം കോടതി വിധിയെപ്പറ്റി ഒരു കോപ്പ് അറിയാതെയാണ് അരുൺകുമാർ സംസാരിക്കുക എന്നുള്ള ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം സുപ്രീം കോടതി പറഞ്ഞത് CBI അന്വേഷണം അവിടെ വേണം, അവിടെ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ പോലീസ് ഒന്നും അന്വേഷിക്കേണ്ട, CBI തന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സുപ്രീം കോടതിക്ക് വരെ മനസ്സിലായി എന്താണ് കാര്യം എന്നുള്ളത്. ഏത് പാർട്ടിയെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളത് സുപ്രീം കോടതിക്ക് വരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും മാധ്യമധർമ്മം എന്ന് പറയുന്ന സാധനത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് വൃത്തികെട്ട ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ പരിപാടി കാണിക്കുന്ന അരുൺകുമാറിനെയും ഹാഷ്മിയെയും പോലെയുള്ളവർ കേരളത്തിലുള്ള ജനങ്ങൾ അറിയണം. അങ്ങനെയുള്ളവരെ കേരളത്തിലുള്ള ജനങ്ങൾ അറിയണം. നല്ല കാര്യങ്ങൾ പറയാനായിട്ട് എപ്പോഴും ഹാഷ്മിയും അരുൺകുമാറും ഒക്കെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവർ കാണിച്ചിരിക്കുന്നത് വൃത്തികെട്ട ഒരു പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.